അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മുളകച്ചാറാണ് തയ്യാറാക്കുന്നത്. മലബാർ ഏരിയകളിലൊക്കെ കല്യാണങ്ങൾക്ക് ബിരിയാണിയുടെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന പോലുള്ള നല്ല എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ളൊരു മുളകച്ചാറ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ടും വേണ്ടത് പച്ചമുളകും പിന്നെ പുളിയുമാണ്. ഞാനിപ്പോൾ 100 ഗ്രാം പച്ചമുളകും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കൈപ്പിടി നിറയെ പുളിയും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് പകുതി പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്, ബാക്കിയുള്ളത് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് വിട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിമുളകോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടിപ്പോവും. ഇനി നമുക്ക് ഈ പുളിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. നമ്മൾ സാധാരണ സാമ്പാറൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന വാളംപുളിയാണ് വേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്ന ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുക്കണം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനുള്ള അച്ചാറായതുകൊണ്ട് നമ്മൾ സാധാരണ അച്ചാർ തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന പോലെ നല്ല എണ്ണ വേണമെന്നില്ല. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ ഒന്ന് കളർ മാറി ഒന്ന് മൂത്ത് തുടങ്ങി പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ആ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചമുളക് ഇതിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കാം. പുളി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്ന ശേഷം വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അച്ചാറിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ നന്നായിട്ട് പുളിയൊക്കെ ചേർത്തുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 അച്ച് ശർക്കരയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു 3-4 പീസായിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴേക്ക് ഈ മുളകൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ടേസ്റ്റും മണമൊക്കെ ഈ അച്ചാറിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്ക് അച്ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകി വന്നിട്ടില്ലെങ്കിൽ കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ മധുരം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ അച്ചാറിന് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. നന്നായിട്ട് ചൂടാറി വന്ന ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചാൽ മതി. ഇതിൽ നമ്മൾ അധികം വിനാഗിരി ഒന്നും ചേർക്കാത്തതുകൊണ്ട് കൂടുതൽ ദിവസം പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടായി പോവും. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ പുറത്ത് വെച്ചാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ 1 മാസമൊക്കെ കേടാവാതിരിക്കും. നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണിത്. അപ്പോൾ നിങ്ങൾ ഈ അച്ചാറൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.